കനാലിൻ്റെ കൈവരി ഇവിടെ തകർന്നു കിടന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് തലച്ചിറയിലെ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിരുന്നു. തലച്ചിറ ഇതുപോലെ കൈവരിയില്ലാത്ത പാലം അവിടെ അപകടാവസ്ഥയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്കിതൊരു കൗതുകം തോന്നി. പെട്ടെന്ന് ഇത് പണിയുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പണിയുന്നത്? അപ്പം ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വല്ല ആണോ എന്നൊരു സംശയം തോന്നി. അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനൊരു ഇന്ന് തന്നെ പണിയുന്നത് ഇലക്ഷനുമായിട്ട് ഇന്നല്ല, ഇത് നമ്മുടെ അമ്പലത്തിലെ മഹാദേവർ ക്ഷേത്രം, നമ്മുടെ തൊട്ടടുത്ത അമ്പലമുണ്ട്. അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് ഇങ്ങനെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് എഴുന്നള്ളത്തും മറ്റു കാര്യങ്ങളും കെട്ടുകാഴ്ചയൊക്കെ വരുന്ന സമയത്ത്, ഘോഷയാത്രയൊക്കെ വരുന്ന സമയത്ത് ഇത് അപകടങ്ങളുണ്ടാവും. അപ്പോൾ അത് അനുസരിച്ച് ഞാൻ KIP യുമായിട്ട് ബന്ധപ്പെട്ട് KIP ഉദ്യോഗസ്ഥര് അതിനനുകൂലമായ ഒരു നിലപാടെടുക്കുകയും അതനുസരിച്ചാണ് അവര് എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ഇത് കൈവരിയുടെ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ കോൺക്രീറ്റ് പൊളിഞ്ഞു കിടന്ന കല്ല് കെട്ടൊക്കെ പൊളിഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു. അത് അവര് അത് കെട്ടുകാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉത്സവം കഴിഞ്ഞ 2-3 ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നവരത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ മടത്തിയറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം 3 കനാൽ പാലമാണുള്ളത്. ഈ 3 കനാൽ പാലത്തിൽ ആദ്യം ഒരെണ്ണം പണി കഴിഞ്ഞു. രണ്ടാമത്തതിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് അവരെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതങ്ങ് പൂർത്തിയാക്കിയിട്ട് അടുത്തത് ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്പോൾ അവിടുത്തെ പണിയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കൈവരി ക്ലബ്ബുകാരാണ് ഒരു കൈവരി ക്ലബ്ബുകാർ പണിതു. ബാക്കിയുള്ളത് KIP ആയിട്ടുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 10-25 വർഷമായിട്ട് ഇതിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. MLA ഒരുപാട് നിവേദനം കൊടുത്തതാണ്. ഒത്തിരി നിവേദനം കൊടുത്തതാണ്. MLA-ക്കും പിന്നെ KIP-ക്ക് പോലും നമ്മൾ പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുക്കുകയും അവരെ ചെന്ന് കാണുകയും ഇതിനായിട്ട് സംബന്ധിച്ച് പരാതികൾ കൊടുക്കുകയും പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. എന്തോ ആയാലും മഹാദേവർ ക്ഷേത്രത്തിൽ മഹാദേവന്റെ കൃപയാൽ ഉത്സവം നടക്കുന്നതിന് മുമ്പ് വന്ന് ഈ പണികളൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് മഹാദേവനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഉപരി KIP-യോട് കടപ്പാടുണ്ട്, പഞ്ചായത്തിനോട് കടപ്പാടുണ്ട്, വാർഡ് മെമ്പറിനോട് കടപ്പാടുണ്ട്. എല്ലാവിധമായ അനുകൂല ഘടകങ്ങളും ഞങ്ങൾക്കിപ്പോൾ വന്നു. അതിന് ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. തലച്ചിറ മേഖലയിൽ ഇതുപോലെ കനാൽ തകർന്നു കിടന്നപ്പോൾ ഞാനൊരു കൈവരി കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് ചെന്നു. KIP-യുടെ അനുമതി തന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ സ്ഥലം MLA മന്ത്രിയോ വിളിച്ച് ഇടപെട്ടിട്ടാണ് അവിടുത്തെ പ്രസിഡൻറ്റും മുൻ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ, ഇപ്പോൾ അദ്ദേഹം UDF-ൻ്റെ പ്രസിഡന്റ്, അവിടുത്തെ മുൻ മെമ്പറും ഒക്കെ കൂടെ ഇടപെട്ട് ഇവിടെ ഒരു കാരണവശാലും ഇത് ഫിറ്റ് ചെയ്യേണ്ട എന്നൊരു നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനവിടെ എൻ്റെ വകയായ ഒരു കൈവരി അവിടെ ഫിറ്റ് ചെയ്യാതെ പിന്നെ ഞാനത് ഒരു കരവാളൂർ ഒരു ഹെൽത്ത് സെൻ്ററിന് സമീപം ഒരു കൈവരിയില്ലാത്ത തോടിന് കൊണ്ടുവച്ചു. അപ്പോൾ ഇതാണ് ഒരു സ്ഥിതി. അതായത് വലിയ വികസനത്തെക്കുറിച്ച് 10-25 വർഷത്തെ വലിയ വർത്തമാനമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഉത്സവം പ്രമാണിച്ചാണ് ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇത് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് എന്തോ ഇടപെടിയിൽ വന്നതാണെന്ന്. പക്ഷേ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ അതുപോലെ മറ്റുള്ള ആളുകളുടെയും നിരന്തര പേരെങ്ങനെ ശ്യാമുൽ എന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിരന്തരമായി KIP-ക്ക് ആനിമ വർഗീസ് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവരുടെ നേരിട്ടുള്ള ഇടപെടലാണ് ഇത് പെട്ടെന്ന് പൂർത്തീകരിച്ചത്. എന്തായാലും നല്ല കാര്യമാണ്. തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്. 3 പാലം അവർ മൊത്തത്തിൽ ചെയ്തു. വളരെ നല്ല കാര്യം. ഇത് നമ്മൾ കൂടി മുൻകൈ എടുത്ത് തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ്. അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.